ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു. ഒക്ടോബർ 2 ഭയങ്കര ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഹോസ്റ്റലിൽ എല്ലാവരും ഓരോ പണിയിലാണ്. സെമിനാർ, പ്രോജക്റ്റ്, പിന്നെ എനിക്ക് എൻ്റെ സെമിനാറൊക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചാലോ. പണ്ട് എനിക്ക് ഫോണ് കിട്ടിയ ടൈമിൽ എനിക്ക് അച്ഛൻ ഫോൺ വാങ്ങി തരുന്നത് റിപ്പീറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ഫോൺ കിട്ടിയപ്പോൾ എനിക്ക് ഫോട്ടോസ് എല്ലാം എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫോണിലെ മാക്രോ ക്യാമറ അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് കുറേ പ്രാണികൾ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഫോൺ കിട്ടിയ ടൈമിൽ ഞാൻ ഫസ്റ്റ് എടുത്ത പ്രാണി പറഞ്ഞാൽ ഒരു തുമ്പീനെയാണ്. ആ തുമ്പീനെ ഞാൻ കാണിച്ചത് ഗൈസ്. ഇതാണ് ആ തുമ്പി. പിന്നെ തുമ്പി വന്ന്, ഉറുമ്പ് വന്ന്, അങ്ങനെ കുറേ പ്രാണികൾ എടുക്കാൻ തുടങ്ങി. എനിക്ക് പ്രാണികൾ എടുക്കണം ഭയങ്കര ക്രേസായിരുന്നു. എന്തോ സംഭവം അടിപൊളിയായിട്ട് എടുക്കണമായിരിക്കും എനിക്കന്ന് തോന്നി. പക്ഷെ ഇപ്പം പ്രാണികളൊന്നും എടുക്കലില്ല. പിന്നെ ഈ ഉറുമ്പിനെടുത്തപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയ ടൈമിൽ. പിന്നെ ഫുൾ പ്രാണികളെ വൈത്താലിയാണ് ഞാനും. കണ്ടു, എൻ്റെ ഉറുമ്പിനെ കാണിച്ചില്ല ഗൈസ്. ഈ ഉറുമ്പിനെടുത്ത് പിന്നെ ഞാൻ എടുത്തത് എട്ടുകാലീനൊക്കെ എടുക്കാൻ തുടങ്ങി. പേടിയൊക്കെ മാറി ഫോട്ടോ എടുക്കാൻ നേരത്തെ എട്ടുകാലീനെടുത്ത്. പിന്നെ ഈ പിക്ക് ഗൈസ്, ഇത് അടിപൊളിയാണ്. ഈ ഒരു ഈച്ചേൻ്റെ പിക്ക് അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു പിക്കായിരുന്നു. വെറുതെ ഏതോ ഒരു പ്രാണീൻ്റെ വൈത്താര നടന്ന് ഞാൻ ക്ഷീണിച്ചിരിക്കുന്ന ടൈമിലാണ് ഗൈസ് എനിക്ക് ഈ ഈച്ചേൻ്റെ പിക്ക് കിട്ടിയത്. ഇത് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഈച്ചേൻ്റെ പിക്ക്. പിന്നെ ഇത് തോന്നുന്നു പച്ചത്തുള്ളനാണ് തോന്നുന്നത്. പച്ചത്തുള്ളനോ ഏതോ ടൈപ്പ് പച്ചത്തുള്ളൻ. പിന്നെ പൂമ്പാറ്റ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാറ്റർപില്ലറിനെ കാണിച്ചു തരാം. ഇതെനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ ചൂട്ടാപ്പി പിള്ളേരുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് അമ്മച്ചി എന്തിനു പറയാം, പുഴുണ്ട് വന്ന് ഫോട്ടോ എടുക്കുക പണ്ട് അങ്ങനെ പോയി എടുത്തൊരു ഫോട്ടോ ആണ് ഗൈസ് ഇത്. പിന്നെ പൂമ്പാറ്റ. ഈ പൂമ്പാറ്റേൻ്റെ പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, അടിപൊളിയല്ലേ. പിന്നെ പ്രാണികൾ എനിക്കൊരു ക്രേസായി മാറി. എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ പ്രാണീനെ എടുത്തിട്ട്. പക്ഷേ എനിക്കെന്തോ വലിയ സംഭവമായിട്ട് തോന്നി അന്ന് ഇങ്ങനെ പ്രാണീനെ എടുത്തിട്ട് ഗൈസ്. കുറേ പ്രാണികളുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്ത പ്രാണികളാണ് ഗൈസ്. പിന്നെ കോളേജിലേക്ക് വന്നപ്പോൾ പിന്നെ പ്രാണികൾ കുറഞ്ഞു. ഇവിടെ നല്ല കാറ്റാണ്, അപ്പോൾ എനിക്ക് പ്രാണികൾ എടുക്കാൻ പറ്റലില്ല. ഇങ്ങനെ പ്രാണികൾ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഇവിടെ കുറേ അടിപൊളി വ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കുക. പിന്നെ ഞാൻ തന്നെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫസ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു പിക്കാണ് ഈ ഒരു കയ്യിൻ്റെ ഒരു പിക്ക്. ഇത് മാവിഷേൻ്റെയും സൗവിൻ്റെയും കൈയാണ് ഗൈസ്. ഇതൊരു നൈസ് പിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏറെ പിക്കുണ്ട്. അതിൻ്റെ ഇടയിലും കുറച്ച് ഞാൻ പ്രാണികൾ എടുത്തിന് കേട്ടോ. ഇതൊക്കെ ആ പ്രാണികൾ. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈ ഒരു സ്വഭാവം വന്ന് പോർട്രേറ്റ്സ് എടുക്കണത്. അതൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർട്രേറ്റ്സ് എടുക്കുക. സ്വന്തമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് നല്ല മൂഡെല്ലാം വരുന്ന ടൈമിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോഡൽസിനെ വിളിക്കും. മോഡൽസ് അറിയുമ്പോൾ എൻ്റെ റൂംമേറ്റ്സ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ തുടക്കത്തിലൊക്കെ വലിച്ചോണ്ട് പിന്നെ അവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെയല്ല, ഇഷ്ടപ്പെടില്ല. സത്യം പറഞ്ഞാൽ കുറേ വലിച്ചുകൊണ്ടുപോകണം തന്നെയാണ് ഫോട്ടോസ് എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറേ പോർട്രേറ്റ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കുറേ പോർട്രേറ്റ്സ് കാണിച്ചു തരാം. ഇതിഷ്ടമാണ്, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നൈസ് പിക്കാണത്. ഈ പിക്ക് നൈസല്ലേ. പിന്നെ ഒരു ദിവസം ഓണത്തിനോ ഏതോ ദിവസം എനിക്ക് ഓർമ്മയില്ല, അന്ന് വീട്ടിലിരിക്കാം ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട്. ആ ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അന്ന് ഞാനൊരു അമ്മേൻ്റെ ഒരു സാരി കണ്ടു, ഒരു ഓറഞ്ച് സാരി. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്താൻ തന്നെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു പുണ്യുണ്ട്, അവളെ വിളിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അതൊരു അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നൈസ് പിക്കായിരുന്നു ഈ പിക്ക്. പിന്നെ ഇവിടെ ആർട്സ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ റൂമിൽ കുറേ ഡ്രസ്സ് കിടക്കുന്നുണ്ടായിരുന്നു. ഓരോ കുട്ടികളിൽ നിന്ന് വാങ്ങി കഴിച്ച ഡ്രസ്സ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ദിയമോളും ഗായത്രീനെയും വിളിച്ചിട്ട് ഒരു
ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് നൈസ് വിക്കായിരുന്നു എല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഫോട്ടോ കാണിച്ചുതരാം. ഇത് നൈസല്ലേ. പിന്നെന്താ, പിന്നെ കുറേ ഇതന്നെ മാക്രോ ഫോട്ടോസ് എടുക്കുക, പോർട്രേറ്റ്സ്. ഈ അടുത്തായിട്ട് പിന്നെ കുറച്ച് പോർട്രേറ്റ്സ് ഒന്നും എടുക്കലില്ല, ഒരു ഫോട്ടോയും എടുക്കലില്ല. ഇനിയിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.